100 എപ്പിസോഡിന്റെ നിറവിൽ നിൽക്കുകയാണ് നമ്മൾ. ഇവിടെ ഇന്ന് നിങ്ങൾ പ്രധാനമായിട്ട് നമ്മുടെ ഗസ്റ്റുകൾ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാനും സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ജഡ്ജസ് ആണെങ്കിലും ഒപ്പം ഈ മെന്റേഴ്സ് ആണെങ്കിലും അവരുടെ കൂടെ ഈ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കുടുംബമായിട്ടാണ് സ്റ്റാർ സിംഗർ സീസൺ 10 മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കുടുംബത്തിന്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഈ യാത്രയുടെ ഇടയിൽ നമ്മൾ ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ ഇപ്പൊ കൃഷ്ണശ്രീയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വളരെ ചെറിയ പ്രായത്തിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്തതാണ്. ഒരു വർഷമായിട്ട് സ്കൂളൊന്നും പോവാണ്ട് നാടിലും പോവാതെ സ്കൂളിൽ പോകട്ടെ. കഴിഞ്ഞില്ലേ? പ്ലസ് 2 എക്സാം ഒക്കെ കഴിഞ്ഞോ? അതിപ്പം അടുത്ത എക്സാം അടുത്ത മാർച്ചില്. എങ്ങനെ ഇവിടത്തെ ഈ ഒരു യാത്ര, ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള ഇവിടത്തെ യാത്രയെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല സൂപ്പർ ആയിരുന്നു. ആണോ? നല്ല ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരുന്നു. ഇവിടത്തെ ഏറ്റവും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് എപ്പോഴും ചിരിക്കുന്ന മെമ്മറി ഏതാ? അതൊരു ബ്ലാസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും ബെല തന്നെയാണോ പറയുന്നത്? കളിയെല്ലാം കാണാൻ തുടങ്ങി. ഫേവറേറ്റ് ടീം ഏതാ? പോർച്ചുഗൽ. ആരാ പോർച്ചുഗലിലെ ഫേവറേറ്റ് പ്ലെയർ? മെസ്സി തന്നെയല്ലേ? റൊണാൾഡോ. റൊണാൾഡോ അല്ലാണ്ട് പോർച്ചുഗലിലെ വേറെ ഒരു പ്ലെയർ ആരായിരിക്കും? തീർച്ചയായിട്ടും ഏറ്റവും ഫൺ മെമ്മറി എന്താ ഇവിടുത്തെ? ഒരു ദിവസം ഞാനും കൃഷ്ണയും ശിവയും സൂര്യനും കൂടെ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കൂടെ ഇരിക്കാറുണ്ട്. അപ്പം ഇവനങ്ങനെ വിളിക്കായിരുന്നു. അപ്പം കൃഷ്ണയും ഞാനും ശിവയും കൂടെ ഇവനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേതത്തിനെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗോസ്റ്റിന്റെ ഒച്ചയും ഞങ്ങൾ ഒളിച്ചിരുന്ന് ലൈറ്റൊക്കെ ഓഫാക്കി സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഇവൻ ഇങ്ങനെ റൂമിൽ വന്ന് കൊട്ടിയപ്പോൾ ഞങ്ങൾ ഇത് ഓണാക്കി. പക്ഷെ ഇവൻ പേടിച്ചൊന്നുമില്ല, പോടിയാണെന്ന് പറഞ്ഞിട്ട് അവൻ ലൈറ്റ് ഓണാക്കി. ഞങ്ങളെല്ലാരും ചമ്മി. അപ്പൊ കൃഷ്ണ വെച്ച് അപ്പൊ ഞാൻ ചോദിച്ചത് അതെന്താ നിനക്ക് തീരെ പേടിയില്ലാത്ത എന്താ അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ അപ്പൊ അവൻ പറഞ്ഞു ഇതൊക്കെ എനിക്ക് കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്, എനിക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കുറെ ഉണ്ട്. അപ്പൊ ഇവൻ ഏതോ അമ്പലത്തിൽ പോയി. അപ്പൊ രാത്രി പുലർച്ചെ അവന് ഉറക്കം വന്നില്ല. അങ്ങനെ ഇവൻ 4 മണിയാണ്. ആ സമയത്ത് അമ്പലത്തിന്റെ ആൽത്തറയില്ലേ അവിടെ പോയി ഇരിക്കുകയായിരുന്നു. ഇവൻ ഒറ്റയ്ക്ക്. അപ്പൊ ഇവൻ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തോ ഒരു ഉരുണ്ട സാധനം ഇങ്ങനെ പോയി ചുറ്റന്ന് ഒരു ഗോളം. അപ്പൊ ഇങ്ങനെ ഗോളം ഇങ്ങനെ പോയിന്ന്. എന്നിട്ട് ലാസ്റ്റ് ഇവന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു ഇരുന്ന് തള്ളുന്ന്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിന്റെ കോമഡി എന്താ വെച്ചാൽ അവൻ ഇങ്ങനെ ഇരിക്കാനുള്ള റീസൺ തീർച്ചയായിട്ടും ഓർമ്മയില്ല. അതൊന്നും അവൻ പറഞ്ഞിരുന്നു, ഇതൊന്നും ആരോടും പറയണ്ട. ശരിയാട്ടോ, മെയിൻ കാര്യം തീർത്ത മറന്നു. ഇതാണെന്നും പറയരുത്. പറഞ്ഞോ ബാക്കി ഉരുണ്ടിട്ട് അവന്റെ അടുത്ത് പോയപ്പോ അവൻ വിചാരിച്ചു അവൻ ഭയങ്കര ദൈവപുത്രനാണ്, അവൻ ചൈതന്യമുണ്ട്. അങ്ങനെ പണ്ട് മഹാഭാരതത്തിലൊക്കെ കാണുമ്പോ വരുന്നത് പോലൊരു സാധനം എന്നിട്ട് പോയി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓർത്തു. അപ്പൊ നമ്മള് വലിയ കാര്യമായിട്ട് ഭയങ്കര അപ്പൊ എന്തോ ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഇവനെ പേടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് പോയി. ഇവൻ പേടിച്ചോടിയാ. ഇവന്റെ പറച്ചില്ലേ ഉള്ളൂ, തള്ളു മാത്രമേ ഉള്ളൂ, വെറും പേടിത്തോണ്ടാണ്. സത്യല്ല സൂര്യയുടെ മുഖത്തെ അധികം എക്സ്പ്രഷൻസ് വരില്ല. ചിരിയാണെങ്കിലും കരച്ചിലാണ്. ഇപ്പൊ കരയാ. സൂര്യ ഇതൊക്കെ സത്യമാണോ? സൂര്യയുടെ അനുഭവ കഥയായിരിക്കുമല്ലോ. ഇല്ല, കുറച്ചൊക്കെ ഒരു പാടത്തിനടുത്തു നിന്ന് ഇങ്ങനെ വന്നു. അതൊക്കെ ലൈറ്റ് ഇട്ട് പോയ വണ്ടി ടിപ്പറിന്റെ ഹെഡ്ലൈറ്റ് ആയിരിക്കും. ഇത്തരത്തിൽ ഒരുപാട് പടക്ക കഥകൾ ഇവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായി. നല്ലതായിട്ട് എല്ലാവരും നല്ല ഗുണ്ടടിക്കുന്നുണ്ടല്ലേ.